in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. രാവിലും പകലിലും ആ കൈനിഴലായി നിന്നും പരിധികളില്ലാതെ പരിപാലിച്ച തോർത്തായി. രാവിലും പകലിലും ആ കൈനിഴലായി നിന്നും പരിധികളില്ലാതെ പരിപാലിച്ച തോർത്തായി. എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ, ഞാൻ നിനച്ചതിലും അധികം നിന്നിൽ അത്യന്തം പരമാ. എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ, ഞാൻ നിനച്ചതിലും അധികം നിന്നിൽ അത്യന്തം പരമാ. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂൺ മാസം 18 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിങ്ങളുടെ അസാധ്യതകളുടെ നടുവിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 4 വചനങ്ങൾ. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യം. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് നമ്മുടെ അസാധ്യതകളിൽ നാം ഓർത്തിരിക്കേണ്ട 4 വചനങ്ങളെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് യേശു കർത്താവ് തൻ്റെ വാമൊഴി കൊണ്ട് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനവും കൊണ്ട് അത്ര ജീവിക്കുന്നത്. ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതത്തിൽ ചിലവർ ദൈവത്തിൻ്റെ വചനത്താൽ ജീവിക്കാൻ പോവുകയാണ്. വഴികൾ തുറക്കുന്നത് കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥനയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മുടെ അസാധ്യതകളുടെ നടുവിലാണ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നത്, മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത്. ദൈവം അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അതേ നിലയിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ടെന്ന് നാം തിരിച്ചറിയുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു വ്യക്തമായി എഴുതുമ്പോൾ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനത്തെ മുറുകെ പിടിക്കാൻ പറ്റുമെങ്കിൽ ആ വചനത്തിന് അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയും. ദൈവവചനത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ ഈ 4 വാക്യങ്ങൾ പറയുമ്പോൾ നാളുകളായിട്ട് തുറക്കാത്ത വഴികൾ, നാളുകളായി നടക്കാത്ത അത്ഭുതങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ വചനം അയക്കപ്പെടുന്ന വചനമാണ്. അയക്കപ്പെടുന്ന വചനം അതിൻ്റെ കാര്യം തികച്ചിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ എന്ന് യേശയ്യാവ് 55-ാം അധ്യായത്തിൽ പറയുമ്പോൾ തന്നെ ഇതാ 147-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് വിശ്വസിക്ക്. ദൈവത്തിൻ്റെ വചനത്തിന് പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കാൻ കഴിയും. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാളുകൾ പ്രോസസ്സിൽ നിൽക്കുന്ന നിങ്ങളുടെ വിസയുടെ മേളിൽ അത്ഭുതകരമായ ചലനം ഉണ്ടാകാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെയും കാണാത്ത ചില വിടുതലുകൾ ഈ 4 വചനങ്ങൾ നിങ്ങൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ 4 വചനങ്ങൾ ദൈവത്തിൻ്റെ വലിപ്പത്തെ വിളിച്ചു കാണിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ 1-ാമത്തെ വചനം നാം കുറിവാക്യമായി ചിന്തിച്ചതാണ്. ഇതാ മറിയ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് പറയുക, നമ്മുടെ ദൈവം ശക്തനാണ്. എങ്കിൽ 2-ാമത്തെ വചനം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. പ്രിയരെ, ഈ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അബ്രഹാമിന് 99 വയസ്സായി, തൻ്റെ ശരീരം നിർജ്ജീവമായി പോയെന്നും സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായെന്നും താൻ ഗ്രഹിച്ചിട്ട് നിൽക്കുകയാണ്. ആ തലത്തിൽ നിൽക്കുമ്പോൾ ഇതാ ദൈവം അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഈ വചനത്തെ ഒന്ന് സ്വീകരിച്ചോ. ഒന്ന്, നമ്മൾ
നമ്മുടെ ദൈവം ശക്തനാണ്. ഇതാ അബ്രഹാമിൻ്റെ മുമ്പിൽ അസാധ്യതകൾ മാത്രം നിൽക്കുന്ന, ലോകപ്രകാരം ഇനി ഒരു വിടുതൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ അബ്രഹാമിൻ്റെ മുമ്പിൽ ദൈവം ഇറങ്ങിയിട്ട് പറയുക, ഞാൻ സർവശക്തിയുള്ള ദൈവം. എന്നെ കേൾക്കുന്നവരെ, എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും മരിച്ചതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഒന്ന്, ഞാൻ നിങ്ങളും കേട്ടത് ദൈവം ശക്തനാണെന്നുള്ളതാണ്. രണ്ട്, ഞാൻ നിങ്ങളും കേൾക്കുന്നു ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിൽ തന്നെ ഈ വചനത്തിൽ എൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, സർവശക്തിയുള്ള ദൈവം നിങ്ങളുടെ വിഷയത്തെ സ്പർശിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഡേറ്റുകൾ ഉറപ്പിക്കാൻ പോവുകയാണ്. താഴോട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അടുത്ത വർഷം ഇതേ സമയം അബ്രഹാമിൻ്റെ ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കുമെന്ന് അവൻ പ്രോമിസ് ചെയ്യാണ്. അവൻ്റെ വാക്കിന് മാറ്റമില്ലെങ്കിൽ, അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ, ഇപ്പോൾ മുതൽ ഈ പ്രഭാത സന്ദേശത്തിനകത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്ക്, ഇതാ എൻ്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 17-ാമത്തെ വാക്യം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഈ വാക്യത്തിനകത്ത് വലിയ ആഴമുണ്ട്. യിരെമ്യാവിൻ്റെ പ്രാർത്ഥനയാണിത്. യിരെമ്യാവ് പറയുകയാണ്, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, യിരെമ്യാവ് കണ്ട ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് അവൻ മഹാശക്തിയുള്ള ദൈവമാണ്. അപ്പോൾ മൂന്നാമത്തെ വചനത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ദൈവം മഹാശക്തിയുള്ളവനാണ്. ഒന്ന്, ശക്തനാണ്. രണ്ട്, സർവശക്തനാണ്. മൂന്ന്, അവൻ മഹാശക്തിയുള്ള ദൈവമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ മൂന്ന് വചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയണം, എൻ്റെ മുമ്പിൽ അസാധ്യതകൾ ദൈവം സാധ്യമാക്കാൻ പോവുകയാണ്. ഏത് അടഞ്ഞ വാതിലുകളും എൻ്റെ ദൈവത്തിന് തുറക്കാൻ കഴിയും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങളിൽ വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കുകയാണ്. ഞാൻ ഇങ്ങനൊന്ന് വിശ്വസിക്കുന്നു. നീണ്ട നാളുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, നീണ്ട നാളുകളായി ഒരു തലമുറയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ, നീണ്ട നാളുകളായി ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, നീണ്ട നാളുകളായി ജീവിതത്തിനകത്ത് ദുഃഖം മാത്രം കണ്ടവർ ഈ വചനത്തിനകത്ത് എഴുന്നേറ്റ് വരികയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവം ശക്തനാണ്. രണ്ട്, എൻ്റെ ദൈവം സർവശക്തിയുള്ളവനാണ്. മൂന്ന്, എൻ്റെ ദൈവം മഹാശക്തിയുള്ള ദൈവമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒറ്റ വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതേ അധ്യായം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്നെ കേൾക്കുന്നവരെ, സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവ. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത്, എനിക്കും നിനക്കും മുകളിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എൻ്റെയും നിൻ്റെയും വഴി തിരിക്കാൻ പറ്റും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഒരു രാത്രി കൊണ്ട് ചെങ്കടൽ തുറന്നവൻ, സിംഹങ്ങളുടെ ഗുഹയിൽ വീണ ദാനിയേലിന് വേണ്ടി സിംഹത്തിൻ്റെ വായടച്ചവൻ, വിശ്വാസത്തിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഈ പ്രഭാതത്തിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഏത് അനുഭവത്തിലാണോ നിങ്ങളെപ്പോൾ ആയിരിക്കുന്നത്, ഏത് അസാധ്യതയുടെ നടുവിലാണോ നിങ്ങളായിരിക്കുന്നത്, വിശ്വാസത്തിൽ എൻ്റെ കൂടെ ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാകുകയാണ്. ഇതൊരു അതിശയത്തിൻ്റെ ദിവസമാകുകയാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം പ്രിയരെ, എനിക്കും നിങ്ങൾക്കും അസാധ്യമെന്ന് തോന്നുന്നതിനെ ചെയ്യുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്കൊന്ന് ഒരുമിച്ച് വരാം പ്രിയരെ. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യിരെമ്യാവ് 33:3 പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്തതും മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. വിശ്വാസത്തോടെ കണ്ണുകളൊന്ന് അടച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ മറുപടി വരും. നീണ്ട നാളുകൾ കരഞ്ഞ വിഷയത്തിന്, നീണ്ട നാളുകൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഇന്നൊരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ഇപ്പോൾ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് എൻ്റെ കൂടെ ഇപ്പോൾ തിരുസന്നിധിയിൽ കരമുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ കേട്ട ആ ശബ്ദത്തെ ഒന്നുകൂടെ ആ തിരുമുമ്പിൽ വെക്കുകയാണ്. അങ്ങ് ശക്തനാണ്, അങ്ങ് സർവശക്തിയുള്ള ദൈവമാണ്, അങ്ങ് മഹാശക്തിയുള്ള ദൈവമാണ്, അങ്ങ് സകല ജഡത്തിൻ്റെയും ദൈവമായി യഹോവയാകുന്നു. കർത്താവേ, ഇന്ന് അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നുള്ളത് ഞങ്ങൾ കേൾക്കുന്നു. ഇപ്പോൾ തന്നെ അങ്ങ് അത്ഭുത വഴികളെ തുറക്കുന്നതിനായി നന്ദി. ഇപ്പോൾ തന്നെ പേപ്പറുകൾ സ്റ്റാമ്പ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ ജോലി അപ്രൂവ്ഡ് ആകുകയാണ്. ഇപ്പോൾ തന്നെ അടഞ്ഞ വഴികൾ തുറക്കുകയാണ്. കർത്താവെ, ഓരോ മക്കൾക്ക് വേണ്ടിയും ഈ പ്രഭാതം ഒരു അത്ഭുതമാകുന്നതിനായി നന്ദി. ദൈവത്തിൻ്റെ വലിപ്പവിവരങ്ങളിൽ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച ഓരോ മക്കൾക്കും ഇന്നൊരു അതിശയം അങ്ങ് ചെയ്തതിനായി നന്ദി. ഇന്ന് ഒരു അത്ഭുതം അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ.
പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനും കൂടെ ഈ യൂട്യൂബ് ലിങ്കുകൾ സെൻഡ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് ഈ മിനിസ്ട്രിക്ക് ഒരു അനുഗ്രഹമായി സഹായമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം 6 മണിക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളും കടന്നു പറഞ്ഞത് ഓർപ്പിക്കുന്നു. അതേപോലെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം. എവിടെ നിന്നാണെങ്കിലും മെസ്സേജ് അയച്ചാട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തികൾ നടക്കും. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.